Welcome to NCERT plus 1 plus 2 physics. Okay. Yeah. So, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതിലെ സമ്മറി പോയിന്റ്സിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് ഹാർമോണിക് അതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മറി പോയിന്റ്സ് ആണ് ഇത് നോക്കാം. Standing waves are characterized by fixed locations of zero displacement called nodes and fixed locations of maximum displacement called antinodes. The separation between two consecutive nodes or antinodes is lambda by 2. A straight string of length L fixed at both ends vibrate with frequency given by mu is equal to Vn by 2L, where this n could be 1, 2, 3, etc. The set of frequencies given by the above relation are called normal modes of oscillation of the system. The oscillation mode with lowest frequency is the fundamental mode of the first harmonic. The second harmonic is the oscillation with n is equal to 2 and so on. A pipe of length L with one end closed and the other end open, such as air column, vibrates with frequencies which is given by mu is equal to n plus half into this is half V by 2L, and this n could run from 0, 1, 2, 3, etc. The set of frequencies represented by the above relation are the normal modes of oscillation of such a system. The lowest frequency given by V by 4L is the fundamental mode of the first harmonic. Okay, and likewise we have discussed about this air column which is closed at one end and open at the other end. Okay, so that's we discuss it. So you could read it by yourself. We'll go on with the next section. So this section is section 15.7 beats. Okay, ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സൗണ്ട് വേവ്സിനെ കുറിച്ചാണ്. നിങ്ങൾ നോർമലി പാട്ട് കേൾക്കുന്നവരും ഏതെങ്കിലും ഓർക്കസ്ട്ര കേൾക്കാൻ പോകുന്നവരും എല്ലാവർക്കും എപ്പോഴും നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ് ബീറ്റ്സ്. ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സൗണ്ട് വേവ്സ് അല്ലേ? അപ്പൊ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ബീറ്റ്സ് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ്. ഇപ്പൊ രണ്ട് ഫ്രീക്വൻസി ഉണ്ടെന്ന് വിചാരിക്കും, രണ്ട് ഫ്രീക്വൻസിയിലുള്ള രണ്ട് സൗണ്ട് വേവ് ന്യൂ1 ന്യൂ2. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് ചെറിയ വ്യത്യാസത്തിലുള്ള രണ്ട് ഫ്രീക്വൻസീസിലുള്ള രണ്ട് വേവ്സ് അതും ഏകദേശം ഒരു ആംപ്ലിറ്റ്യൂഡും ഏകദേശം ഒരുപോലെയാണെന്ന് വിചാരിക്കാം. ആംപ്ലിറ്റ്യൂഡും ഏകദേശം ഒരുപോലെയാണ്, ഫ്രീക്വൻസി വളരെ ക്ലോസ് ആണെങ്കിൽ ഇവർ സൂപ്പർ പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന സാധനമാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. They will produce this beats. ഓക്കെ, അപ്പം ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വേവ്സിന്റെ ഇന്റർഫറൻസ് കാരണമാണ് ഉണ്ടാവുന്നത്. അതിപ്പം രണ്ട് ഹാർമോണിക് ആയിട്ടുള്ള സൗണ്ട് വേവ്സ്, അതെന്ന് പറയുന്നത് അവരുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്, ഈക്വൽ അല്ല, വെരി ക്ലോസ് ആണ്. അപ്പോഴത്തേക്ക് ഇപ്പം സപ്പോസ് രണ്ട് ഹാർമോണിക് വേവ്സ് അതിന്റെ ഫ്രീക്വൻസീസ് നമ്മൾ ഏകദേശം ക്ലോസ് ഫ്രീക്വൻസിലുള്ള നമ്മൾ ഒരേ സമയത്ത് കേൾക്കുവാണെങ്കിൽ നമ്മൾ ഏറെ ഒരു സിമിലർ ഫ്രീക്വൻസിയിലുള്ള ഒരു ശബ്ദം കേൾക്കും, അതിന്റെ കൂടെ നമ്മൾ വേറൊരു സംതിങ് എൽസ് ഓൾസോ ഹിയർ. അതാണ് ബേസിക്കലി ബീറ്റ്സ് എന്ന് പറയുന്നത്. അതിവിടെ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൗണ്ട് ഇന്റൻസിറ്റിയിലുള്ള വാക്സിങ് ആൻഡ് വാനിങ്ങിനെയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട്, അതായത് ശബ്ദം ഇങ്ങനെ ലൗഡ് ആവുകയും സോഫ്റ്റ് ആവുകയും ചെയ്യുന്ന ആ ഒരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്നത്, അതാണ് ബേസിക്കലി നമ്മുടെ ബീറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അത് ആ ഒരു സൗണ്ടിന്റെ വ്യത്യാസം, അത് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് സംഭവിക്കുന്നത് ഈ ഇന്റർഫിയർ ചെയ്യുന്ന ഈ രണ്ട് വേവ്സിന്റെ ഡിഫറൻസ്, ഫ്രീക്വൻസിന്റെ ഡിഫറൻസ് ഉള്ള ആ ഫ്രീക്വൻസിയിലായിരിക്കും ഈ ഒരു വാക്സിങ്ങും വാനിങ്ങും സംഭവിക്കുക. അത് ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവ്സ് ഉണ്ടല്ലോ, ക്ലോസ് ഫ്രീക്വൻസിയിലുള്ള രണ്ട് വേവ്സ് ഇന്റർഫിയർ ചെയ്യുമ്പോഴാണ് ബീറ്റ്സ് ഉണ്ടാവുന്നത്. ആ ഇന്റർഫിയർ ചെയ്യുന്ന ആ രണ്ട് വേവ്സിന്റെയും ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിഫറൻസിന്റെ ഫ്രീക്വൻസിയിലാണ് ഈ ഒരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് സൗണ്ട് നടക്കുക. ബേസിക്കലി ഒരു പീരിയോഡിക് ഫ്ലക്ച്വേഷൻ സംഭവിക്കും, ഇന്റൻസിറ്റി കൂടുകയും കുറയും. ആ കൂടുകയും കുറയുകയും ചെയ്യുന്ന ആ ഒരു പീരിയോഡിക് ഫ്ലക്ച്വേഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്
ഈ ഇന്റർഫിയർ ചെയ്യുന്ന രണ്ട് വേവിന്റെ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആയിരിക്കും. ഇപ്പം ആ രണ്ട് ഫ്രീക്വൻസി ഇന്റർഫിയർ ചെയ്യുന്ന വേവിന്റെ ചെയ്യുന്ന ആ രണ്ട് വേവിന്റെ ഫ്രീക്വൻസി അടുത്തടുത്താണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു എന്താ പറയുക ഡിഫറൻസ് കുറവാണ്. അപ്പം ബീറ്റ്സ് എന്ന് പറയുന്നത് അവിടെ കുറയും, ബീറ്റ് ഫ്രീക്വൻസി കുറവായിരിക്കും, ബീറ്റ്സ് വളരെ കുറവായിരിക്കും. അപ്പം ഈ ബേസിക്കലി നമ്മൾ ഇത് കേൾക്കുന്നത് ഇപ്പൊ ഒരു ഓർക്കസ്ട്രയിലൊക്കെ ആണെങ്കിൽ അവർ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ ദേ വിൽ ട്യൂൺ ദർ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, കാര്യം വെച്ചാൽ ഓർക്കസ്ട്രയ്ക്ക് ഒരേപോലെ അവർ പാടാൻ വേണ്ടിയിട്ട്. അതർവൈസ് ഇപ്പം വയലിന്റെയും സിതാറും അവിടെയും എല്ലാം ഓരോ ഇൻസ്ട്രുമെന്റ് ഓരോ ഫ്രീക്വൻസി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബീറ്റ് വരും അവിടെ. അപ്പം ഈ ബീറ്റ് കേൾക്കാത്ത തരത്തിൽ ഏറ്റവും ഫ്രീക്വൻസി കുറച്ച് വെക്കാനായിട്ടാണ് അവർ ട്യൂൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ബീറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് വേവ്സ്. എന്താണ് intensity of sound waves? When two sound waves of almost എന്ന് പറയാൻ പറ്റില്ല, of different frequency interfere with each other. Okay, that is the beats. അപ്പം ആ സൗണ്ട് വേവ് ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് എന്ന് പറയുന്ന ഇന്റർഫിയർ ചെയ്യുന്ന ദിസ് ഇസ് വാക്സിംഗ് ആൻഡ് വാനിങ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് വേവ്സ് ആൻഡ് ടു സൗണ്ട് വേവ്സ് ഓഫ് ഡിഫറെന്റ് ഫ്രീക്വൻസി ഇന്റർഫിയർ വിത്ത് ഈച്ച് അതർ. ആ സൗണ്ട് വേവ്സിന്റെ ഫ്രീക്വൻസി ഇന്റർഫിയർ ചെയ്യുന്ന ഈ രണ്ട് വേവിന്റെ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ആണ് ബീറ്റ്. ഓക്കെ, പിന്നെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പം എന്താണ് സൗണ്ട് വേവ്സ് വേണം. വി ഹാവ് ടു ടേക്ക് 2 ഹാർമോണിക് സൗണ്ട് വേവ്സ്. ആ രണ്ട് ഹാർമോണിക് സൗണ്ട് വേവ്സിന്റെ ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ഒരെണ്ണത്തിന് ഞാൻ ω1 എന്നും ഒരെണ്ണത്തിന് ω2 എന്നും ഞാൻ കൊടുക്കാന്ന് വിചാരിക്കാം. ആൻഡ് നമുക്കറിയാം ഹാർമോണിക് ട്രാവലിംഗ് വേവിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്ന ASN നിങ്ങൾ എപ്പോഴും കാണാറുണ്ട്, ASN kx - ωt + ϕ. അപ്പോൾ ഇനി ഇവിടെ ഈ നമ്മൾ ഈ ഇന്റർഫിയർ ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് x = 0 ആണ് നമ്മൾ ലൊക്കേഷൻ എടുക്കാന്ന് വിചാരിക്കാം. ഓക്കെ, അത് നമ്മൾ കൺവീനിയന്റ് ആയിട്ട് എടുത്തു. ആൻഡ് ഇവിടെ വി ഹാവ് ഫേസ് ഡിഫറൻസ്. ആ ഫേസ് ഡിഫറൻസ് എന്നുള്ളത് ഇപ്പോൾ π/2 ആണ് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ആൻഡ് ഈ രണ്ട് വേവ്സിനും ഒരേ ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് വിചാരിക്കുക. ദേ ഹാവ് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്. ഇങ്ങനത്തെ രണ്ട് വേവ്സ് ആണെങ്കിൽ സോ ഹൗ കുഡ് യു റെപ്രസെന്റ്? നമുക്കറിയാം നമ്മൾ വി ആർ ഡീലിംഗ് ഹിയർ വിത്ത് സൗണ്ട് വേവ്സ്. ഇപ്പൊ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ വി ഹാവ് റിട്ടൺ ദിസ് ഇക്വേഷൻ ഫോർ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ അതിന് ലോഞ്ചിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത നൊട്ടേഷൻ S ആയിരുന്നു. സോ വി വിൽ പുട്ട് ഇറ്റ് ആസ് S. അപ്പൊ എൻ്റെ ഈ ω1 ഫ്രീക്വൻസി ഉള്ള വേവിന്റെ ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതാം. സോ വി വിൽ പുട്ട് ആസ് S1 എന്ന് കൊടുക്കാം, ഫസ്റ്റ് വേവ് എന്ന് കാണിക്കാം. സോ ഇറ്റ് വിൽ ബി A sin A ഉണ്ട്, നമ്മൾ ലൊക്കേഷൻ 0 എടുത്തു, -ωt. നമ്മളൊരു ഫേസ് ഡിഫറൻസ് π/2 ആണ് കൊടുത്തത്. ദാറ്റ് മീൻസ് A sin π/2 - ωt എന്ന് എനിക്ക് എഴുതാമല്ലോ. ഐ കുഡ് ഈസിലി റൈറ്റ് ലൈക്ക് ദിസ് അല്ലെ. A sin ωt മീൻസ് π/2. ആൻഡ് ഇത് നിങ്ങൾക്ക് ഒരു ഫോർമുല ഉണ്ട്. ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ ഫോർമുല, ദാറ്റ് ഇസ് sin π/2 - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് cos x. π/2 നിന്ന് ഒരു x കുറയ്ക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സൈൻ്റെ ആർഗ്യുമെന്റിൽ π/2 - x ആണെങ്കിൽ സൈൻ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്ത് കോസ് ആവും. എന്നിട്ട് ഇവിടെ ഉള്ള എന്താണോ ആ സാധനമാണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ആണ്. ഇത് നിങ്ങൾ ഈ വർഷമാണോ അത് അടുത്ത വർഷമാണോ സെക്കൻഡ് ഇയർ മാത്സിലാണോ നിങ്ങൾക്കിത് പഠിക്കാനുള്ളതെന്ന് അറിയില്ല, പക്ഷെ ഇത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ. സോ അതനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ π/2 - ωt. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്താണ് നമുക്ക് ωt വന്നിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി കോസ് ωt. ω1t, സോറി ഫസ്റ്റ് വേവിൽ ഇപ്പൊ ω1 റെപ്രസെന്റ് നോട്ട് ചെയ്യാട്ടോ, ω1t. സോ ദിസ് ഈസ് കോസ് cos ω1t എഴുതാം. സിമിലർലി നമുക്ക് S2 എന്നുള്ളത് നമ്മുടെ സെക്കൻഡ് വേവ് നോക്കിക്കേ. സെക്കൻഡ് വേവ് S2 is equal to എങ്ങനെ എഴുതാം? ഇതുപോലെ തന്നെ എഴുതാൻ പോവാണ്. ദാറ്റ് ഇസ് A sin -ω2t + π/2 which is A sin π/2 - ω2t. So that is also
A cos omega 2t. So we have S2 and S1. ഇപ്പൊ രണ്ട് വേവ്സ് നമ്മൾ രണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെയും എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അതിന് രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണ്, അതിന്റെ നമുക്ക് രണ്ടും കിട്ടി. നമ്മളിവിടെ എസ് സി യൂസ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആൻഡ് നമുക്കറിയാം ഈ ഒമേഗ 1ഉം ഒമേഗ 2ഉം ഓൾമോസ്റ്റ് അത് അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇവർ തമ്മിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് ഒമേഗ 1 ഒമേഗ 2ഉം ചെറിയ വ്യത്യാസം ഇതിന് രണ്ടിനും ഉള്ളെങ്കിൽ പോലും ആ ചെറിയ വ്യത്യാസത്തിൽ ഒമേഗ 1 ആണ് തൽക്കാലം കുറച്ചും കൂടി സ്ലൈറ്റ്ലി ഗ്രേറ്റർ എന്ന് വിചാരിക്കും. ഒമേഗ 1 പ്രത്യേകമായിട്ട് ഈ വാക്ക് ശ്രദ്ധിക്കണം, സ്ലൈറ്റ്ലി ഗ്രേറ്റർ. ഓക്കെ, സ്ലൈറ്റ്ലി കുറച്ച് വ്യത്യാസമേ വരുള്ളൂ, അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ബീറ്റ് വരുന്നത്, ബീറ്റ് ഫ്രീക്വൻസി വരുന്നത്. ഓക്കെ, സ്ലൈറ്റ്ലി ഗ്രേറ്റർ ഒമേഗ 1 സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ഒമേഗ 2. പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഒമേഗ 1 ആണ് കൂടുതൽ, പക്ഷെ ഒമേഗ 2വിനെക്കാട്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം ഈ രണ്ട് വേവ്സ്, അപ്പൊ നോക്കുക, നമ്മൾ വി ഹാവ് ടു വേവ്സ് ദാറ്റ് ഇസ് ഗിവൺ ബൈ S1 ആൻഡ് S2. അപ്പം ദാറ്റ് ഈസ് ഹാവിങ് ഓൾമോസ്റ്റ് നിയർലി ഈക്വൽ ആംഗുലർ ഫ്രീക്വൻസി. അപ്പൊ അതിന്റെ ദേ ആർ ഗോയിങ് ടു ഇന്റർഫിയർ, അവർ ഇന്റർഫറൻസ് നടത്താൻ പോവാണ്, ഇന്റർഫറൻസ് അത് അവർ ആഡപ്പ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? resultant displacement with the interference of S1 and S2. നമുക്കറിയാം എന്ന് പറയുന്നത് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. നമ്മളിപ്പോൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന എസ് എന്നായിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് ജസ്റ്റ് ദ അഡീഷൻ ഓഫ് S1 പ്ലസ് S2. S1 S2 നമുക്കുണ്ട്. S1 എന്ന് പറഞ്ഞാൽ A cos omega 1t and S2 A cos omega 2t. അതായത് നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡ് സെയിം ആണല്ലോ, സോ വി കുഡ് ജസ്റ്റ് പുട്ട് A outside, A into cos omega 1t plus cos omega 2t എന്ന് എഴുതാൻ സാധിക്കും അല്ലെ? ഞാനിതൊന്നുകൂടെ കൂടി ഇപ്പുറത്തേക്ക് എഴുതാം, ബിക്കോസ് വി വിൽ നീഡ് ദാറ്റ് ഇക്വേഷൻ. സോ S equal to A into cos omega 1t plus cos omega 2t എന്ന് എഴുതാം. ഇനി നമുക്കൊരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്, അത് cos A plus cos B. ഇപ്പൊ നോക്കിക്കേ, ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് സം, ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് cos A plus cos B എന്നുള്ള ഒരു ഫോമുലല്ലേ വന്നിരിക്കുന്നത്. വേർ A എന്ന് പറയുന്ന ഒമേഗ 1tയും B എന്ന് പറയുന്നത് ഒമേഗ 2tയുമായിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഫോമുല ഉണ്ട്, ആൻഡ് ദാറ്റ് ഫോമുല ഈസ് ലൈക്ക്, ഇത് മാത്സ് ആണ്, ഇത് നിങ്ങൾ ഈ വർഷം പഠിക്കുന്നുണ്ടോ അതോ നെക്സ്റ്റ് ഇയർ മാത്തമാറ്റിക്സിലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അത് cos A plus cos Bയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 2 cos A plus B by 2 cos A minus B by 2 എന്നാണ്. ഓക്കെ, ഈ ഒരു ഐഡന്റിറ്റി, ഇവിടെ ഇങ്ങനെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്, ആ ഐഡന്റിറ്റി നമ്മൾ ഇവിടേക്ക് യൂസ് ചെയ്യാൻ പോകണം, ഈ ബ്രാക്കറ്റിന്റെ അകത്തേക്ക്. വിത്ത് ഒമേഗ 1t എന്ന് പറയുന്നത് എയും ഒമേഗ 2t എന്ന് പറയുന്നത് ബിയും. സോ ഇഫ് യു യൂസ് ഇറ്റ്, ദെൻ വാട്ട് യു ഗെറ്റ് ഈസ് എന്താണ്? ഈ 2 വരും, 2A cos A plus B by 2. അപ്പൊ എന്താണ് അതിൻ്റെ t കോമൺ ആയിട്ട് എടുക്കാമല്ലോ. സോ A plus B മീൻസ് ഒമേഗ 1. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ A minus B by 2 into A plus B by 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. അതർവൈസ് ഞാൻ ഇത് ഫസ്റ്റ് എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഒമേഗ 1 മൈനസ് ഒമേഗ 2t by omega 1 minus omega 2t, then cos omega 1 plus omega 2 by 2 into t. ഇതിങ്ങനെ ഓർഡറിൽ എഴുതുന്നതിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഒമേഗ 1 ആണ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ഒമേഗ 2. ഓക്കെ, അതിനിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ഞാൻ താഴേക്ക് വരാം, താഴേക്ക് എഴുതുമ്പോൾ യു വിൽ ഗെറ്റ് ദാറ്റ്. ലൈക്ക് നമ്മൾക്ക് ഇനി ഈ ബ്രാക്കറ്റിലുള്ള, അതായത് ഒമേഗ 1 മൈനസ് ഒമേഗ 2 by 2വിനെ അതിനെ ഒമേഗ ബി എന്ന് റെപ്രസെന്റ് ചെയ്യുവാന്ന് വിചാരിക്കുക. ആൻഡ് ഒമേഗ 1 പ്ലസ് ഒമേഗ 2 by 2, ആ ബ്രാക്കറ്റിലുള്ള ഒമേഗ 1 പ്ലസ് ഒമേഗ 2 by 2വിനെ ഒമേഗ എ എന്ന് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ യു ഹാവ് എസ് ഈക്വൽ ടു 2A cos ഒമേഗ ബി ടി കോസ് ഒമേഗ എ ടി. ഇതിങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. And you know
നമുക്കറിയാം ഈ ω1 ആണ് ഗ്രേറ്റർ. ω1 is greater than ω2 നമ്മൾ ഓൾറെഡി എടുത്തു. സോ ω1 മൈനസ് ω2 എന്ന് പറഞ്ഞാൽ സപ്പോസ് അത് ഇതിന്റെ ഡിഫറൻസ്, ഈ ഒരു ω1 ω2 കൂടെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മച്ച് ലെസ് ദാൻ ω1 ആണെങ്കിൽ, ω1നേക്കാട്ടും വളരെ കുറവാണ് സപ്പോസ് ഈ ഡിഫറൻസ് എങ്കിൽ, നമുക്ക് റൈറ്റ്ഫുള്ളി അസ്യൂം ചെയ്യാം ω ഈസ് ഗ്രേറ്റർ ദാൻ മച്ച് ഗ്രേറ്റർ ദാൻ ω എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും. കാര്യം ω എന്ന് പറയുന്നത് ഇത് ആഡപ്പ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ആണ്. ഇതെന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ആണ്. ഈ ω1 മൈനസ് ω2 വളരെ ചെറിയൊരു നമ്പർ ആണെങ്കിൽ വീണ്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ω b. അതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുന്നതിനെക്കാട്ടും കുറവായിരിക്കും ഒബ്വിയസ്ലി. അപ്പൊ നമുക്ക് റൈറ്റ്ഫുള്ളി വി കുഡ് അസ്യൂം ദിസ് തിങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നമ്മളുടെ ഈ പറഞ്ഞ ഈ ഇക്വേഷൻ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷനെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ ഇങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യാം. അതായത് ഈ ഭാഗം, അത് ω ആണല്ലോ ചെറിയ ആള്, അപ്പം ഇവിടുത്തെ ഇത്രയും ഭാഗത്തിനെ നമുക്ക് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് ചിന്തിക്കാം. ഈ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ ഭാഗമാണെന്ന് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിയെ ഡിഫൈൻ ചെയ്യുന്നതായിട്ട് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിരിക്കുന്നത് ഇന്റർഫിയർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന ഈ പർട്ടിക്കുലർ വേവ് എന്ന് പറയുന്നത് ഒരു ω എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഫ്രീക്വൻസിയിൽ ആണ് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ആൻഡ് അതിന്റെ നമുക്ക് ഇതാണല്ലോ ഇപ്പൊ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട്, അപ്പൊ ഇതിന്റെ ഈ ആംപ്ലിറ്റ്യൂഡ് ടേം എന്ന് പറയുന്നത്, സോ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ ടി, ω t ആണല്ലോ. അതുകൊണ്ട് തന്നെ ആംപ്ലിറ്റ്യൂഡ്, നമുക്ക് ഈ വേവിനെ കുറിച്ച് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ഇൻ ടൈം, ഒരു സമയത്തിന് കോൺസ്റ്റന്റ് അല്ല, ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ ഉണ്ടാവുന്നു എന്ന് പറയാൻ പറ്റും. ആൻഡ് ആ വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കോസ് ടേം അല്ലെ. അപ്പൊ കോസിന്റെ ലാർജസ്റ്റ് വാല്യൂ കോസ് ω എന്നുള്ളതാണല്ലോ നമ്മളിട്ട്. കോസ് ω ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് +1 അതിന്റെ ലീസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ -1. അപ്പൊ കോസ് ω ഈ +1 -1 ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് കളിക്കും. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് അതുപോലെ തന്നെ ഈ മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്കും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അഥവാ നമുക്ക് അതിൽ മനസ്സിലാക്കുന്ന, അതായത് ആംപ്ലിറ്റ്യൂഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ റിസൾട്ടന്റ് വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ അവിടെ എടുത്ത ആ ഒരു ω b എന്ന് പറയുന്നത് എന്തായിരുന്നു? ω1 മൈനസ് ω2 ആയിരുന്നു. ω b ω1 മൈനസ് ω2 ബൈ 2 ആയിട്ട് എടുത്ത്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിനെ 2ω b is equal to ω1 മൈനസ് ω2 എന്ന് എഴുതാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടന്റ് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതിന്റെ വാനിങ് ആൻഡ് വാക്സ്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കും. ω1 ആ ഡിഫറൻസിന്റെ ഇടയിലായിരിക്കും നടക്കുക. ആൻഡ് യു നോ ω is equal to 2πν. ω എന്ന് പറയുന്നത് 2πν ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി ന്യൂ ബീറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ എന്താണ്? ഈ ν1 മൈനസ് ν2. ഈ ഫസ്റ്റ് ഫ്രീക്വൻസിയുടെ അത് ഫസ്റ്റ് വേവിന്റെ ബീറ്റ് ഫ്രീക്വൻസിയുടെ അകത്ത് നിന്ന് സെക്കൻഡ് വേവിന്റെ ഫ്രീക്വൻസി അതിന്റെ ഡിഫറൻസ് എന്താണോ ആ ഫ്രീക്വൻസിന്റെ ഇടയിലായിരിക്കും നമുക്ക് ഈ ബീറ്റ്സിനെ കിട്ടുന്നത്. They will together beat at this particular frequency. അങ്ങനെയാണ് അതിൽ എത്തിച്ചേരുന്നത്. ബിക്കോസ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്താണ് ഓസിലേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ആംപ്ലിറ്റ്യൂഡിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ω1 മൈനസ് ω2. സോ ആ ആംപ്ലിറ്റ്യൂഡിന്റെ മാക്സിമവും മിനിമവും നടക്കുന്നത് ഈ ഒരു ഫ്രീക്വൻസികളുടെ ഇടയിലായിരിക്കും. ആ ഡിഫറൻസ് ω1 മൈനസ് ω2 എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസിന്റെ ഫ്രീക്വൻസിയിലായിരിക്കും ഈ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വാല്യൂവും മിനിമം വാല്യൂയിലേക്കും എത്തുന്ന ആ ഫ്രീക്വൻസി. അപ്പം അത് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആണ്. അതിപ്പോ നമുക്ക് വേണ്ടത് ഫ്രീക്വൻസി ആണ്. അപ്പൊ ഫ്രീക്വൻസി ടേം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ν1 മൈനസ് ν2, ഫസ്റ്റിന്റെ ഫ്രീക്വൻസി മൈനസ് സെക്കൻഡിന്റെ ഫ്രീക്വൻസി ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ഈ ആംപ്ലിറ്റ്യൂഡ് മാക്സിമവും മിനിമവും എത്തുന്നതിന്റെ ആ ഫ്രീക്വൻസി ഇസ് ഗിവൺ ബൈ ν1 മൈനസ് ν2. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇല്ലസ്ട്രേഷനിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്.
ഇവിടെ 2 ഹാർമോണിക് വേവ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഹാർമോണിക് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 11 ഹെർട്സ് ആണ്. ഇത് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 ഇവിടെ 11 ഉണ്ട്. സോ ഇതിന്റെ ഫ്രീക്വൻസി 11ഉം അതുപോലെ ഇത് കുഡ് ഓൾസോ കൗണ്ട് ദിസ് വൺ. ഇതിന്റെ ഫ്രീക്വൻസി ദാറ്റ് ഇസ് ഗിവൺ. ഇപ്പൊ ഞാൻ ഇതിനെ ന്യൂ1 ന്യൂ2 എന്ന് എടുത്തു. 9 ഹെർട്സ് എന്നാണ്. അപ്പൊ നമ്മളുടെ പറഞ്ഞ പോലെ ന്യൂ1 ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ2. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബീറ്റ് ഫ്രീക്വൻസി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ വരുന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പൊ രണ്ടുമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവർ തമ്മിൽ ഈ ന്യൂ1 ന്യൂ2 ഫ്രീക്വൻസി ഉള്ള ഈ 2 വേവുകൾ തമ്മിൽ ഇന്റർഫിയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് സൂപ്പർ പോസ് ചെയ്യാൻ പോവാണ് ഈ 2 ഫ്രീക്വൻസി 11 ഹെർട്സും 9 ഹെർട്സും ഉള്ളത്. അപ്പം അത് സൂപ്പർ പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ചില സ്ഥലത്ത് ഇത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടത്തും. അവിടെയാണോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടത്തുക, അവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവും. ഇനി ചിലയിടത്ത് എന്തായിരിക്കും? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആയിരിക്കും ചില സമയത്താണ്. അവിടെ ആംപ്ലിറ്റ്യൂഡ് കുറവായിരിക്കും, ഏറ്റവും കുറവായിരിക്കും. അപ്പം എന്താണ്, പീരിയോഡിക്കലി ഈ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഇങ്ങനെ റിപ്പീറ്റഡ്ലി നടന്നുകൊണ്ടിരിക്കും. അപ്പം എത്രമാത്രമാണ് ഒരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ നിന്നും അതൊരു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ നിന്നും അടുത്ത ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലേക്ക് പോകാനായിട്ട് എത്രമാത്രം ടൈം എടുക്കുന്നുണ്ട്, എത്രമാത്രം ടൈം ആണ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നത് നമ്മൾക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we know 1/that ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഗീവ് യു ഫ്രീക്വൻസി അല്ലെ. അപ്പൊ ആ ഒരു ടൈം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ഫ്രീക്വൻസി കിട്ടും. ബേസിക്കലി വാട്ട് വി ഹാവ് ബീൻ എക്സ്പ്ലെയിനിങ് ഹിയർ. അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ നിന്ന് മിനിമം ആംപ്ലിറ്റ്യൂഡ് ആവാൻ വേണ്ടി എടുക്കുന്ന ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടും. അപ്പൊ അത് വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പടം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്റർഫറൻസ് കാണിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇതിന്റെ രണ്ടിന്റെയും കൂടി സൂപ്പർ പൊസിഷൻ ആണ്. ഈ എയുടെയും ബിയുടെയും കൂടി സൂപ്പർ പൊസിഷൻ ആണ് ഈ പിക്ചർ. ഇവിടെ നോക്കിക്കേ, ഹിയർ ഇവിടെ ഇങ്ങനെ നമുക്കറിയാം ഇവിടെ എന്താണ് ഇങ്ങനെ മിനിമം ദെൻ മാക്സിമം അഗെയിൻ മിനിമം. അപ്പം ഇവിടുന്ന് ഒരു മിനിമത്തിൽ നിന്നും വീണ്ടും അടുത്ത മിനിമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിയർലി വിസിബിൾ ആണ്. എക്സ് ആക്സിസിൽ ടൈം ആണ്. അതിനു വേണ്ടി അങ്ങനെ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഇൻ വേവ്സ് നമുക്ക് ഇവിടെ കാണാം. ഈ പടത്തില്ല, പീരിയോഡിക്കൽ ആയിട്ടാണ് അത് പോകുന്നത്. അത് മാത്രമല്ല, ഇഫ് യു ടേക്ക് ദ ടൈം ഫ്രം ഇവിടെ മുതൽ ഇവിടം വരെ, ഇത് രണ്ട് മിനിമം തമ്മിലുള്ള ഡിസ്റ്റൻസ്, സോ ദാറ്റ് ഈസ് ഓൾസോ ബേസിക്കലി എന്താണ്, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുകയും മിനിമം ആവുകയും ചെയ്യുന്ന ഡിസ്റ്റൻസും അതിനോട് ഈക്വൽ ആണ്. അതായത് ഇത് പീരിയോഡിക് ആയിട്ടാണ് വരുന്നത്. അതായത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം അത് നമുക്ക് ഈ പടത്തിന്റെ അകത്ത് നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഇസ് 0.5 സെക്കൻഡ്സ്, വിച്ച് മീൻസ് ന്യൂ ഇസ് ഈക്വൽ ടു 1/0.5, ദാറ്റ് ഇസ് 2 ഹെർട്സ്. അപ്പം ഇവിടെ എന്ന് പറയുന്നത് വി കുഡ് ടെൽ ബീറ്റ് ഫ്രീക്വൻസി അഥവാ ന്യൂ ബീറ്റ് എന്ന് പറയുന്ന ഹിയർ ഇറ്റ് ഇസ് 2 ഹെർട്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് അതായത് ഒരു മാക്സിമം. ഓക്കെ, അപ്പൊ സൗണ്ട് എപ്പോഴും ഈ ഒരു 2 ഹെർട്സിൽ പൾസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2 ഹെർട്സ് കഴിയുമ്പോഴത്തേക്കും അതിന് ഫ്ലക്ച്വേഷൻ വരുവാണ്. അത് മാക്സിമം ആവും, സൗണ്ടിന്റെ ലൗഡ്നെസ് കൂടും, അത് കഴിഞ്ഞ് പിന്നെയും കുറയും. അപ്പൊ അതിനെയാണ് ആ രണ്ട് ഫ്രീക്വൻസിയുടെയും ഒറിജിനൽ വേവ്സിന്റെ ഫ്രീക്വൻസി ഡിഫറൻസ് ആണ് ബീറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഇതെന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഇവിടെ പിക്ചറിൽ മനസ്സിലായി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി വി കുഡ് യൂസ് ദിസ് ഇക്വേഷൻ. സി, ആ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി ന്യൂ ബീറ്റ് ഇസ് ഗിവൺ ബൈ ന്യൂ1 മൈനസ് ന്യൂ2. നമ്മുടെ ന്യൂ1 11ഉം ന്യൂ2 9 ഉണ്ട്. സോ ദാറ്റ് വിൽ ബീറ്റ് അറ്റ് 2 ഹെർട്സ്. ദേ വിൽ ബി ടുഗെദർ അറ്റ് ദിസ് ഫ്രീക്വൻസി, പർട്ടിക്കുലർ ഫ്രീക്വൻസി, ദാറ്റ് ഇസ് 2 ഹെർട്സ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇതായിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഈ നമുക്ക് അൺനോൺ ഫ്രീക്വൻസി ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വലി എന്താണ് ബീറ്റ് ഫ്രീക്വൻസി കൺസെപ്റ്റ് യൂസ് ചെയ്ത് സാധിക്കും. അപ്പോൾ ഈ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ശ്രദ്ധിക്കാം. ന്യൂ ബീറ്റ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, അത് എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യും ചിലപ്പം. Two sitar strings A and B playing the note dha are slightly out of tune and produce beats of frequency 5 Hz. സിത്താറിന്റെ രണ്ട് സ്ട്രിങ്സ് എയും ബിയും അതെന്ന് പറയുന്നത് ധ എന്ന് പറയുന്ന നോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സ്ട്രിങ്സ് ഔട്ട് ഓഫ് ട്യൂൺ ആണ്. ദാറ്റ് മീൻസ് അവിടെ ഫ്രീക്വൻസി ബീറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ആ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 ഹെർട്സ് ആണെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ദർ ബീറ്റ് ഫ്രീക്വൻസി ഇസ് ഗിവൺ ബൈ 5 ഹെർട്സ്.
The tension of the string B is slightly increased and the beat frequency is found to decrease to 3 Hz. ഈ സ്ട്രിംഗ് ബിയുടെ ടെൻഷൻ കൂട്ടിയപ്പം ട്യൂൺ ചെയ്യുകയാണ്. അപ്പൊ ടെൻഷൻ കൂട്ടിയപ്പോൾ ദാറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ട്യൂണിങ്. ബിക്കോസ് ടെൻഷൻ കൂട്ടുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഓക്കെ, ടെൻഷൻ കൂട്ടുക മീൻസ് ആ സ്ട്രിങ്ങിന്റെ ഫ്രീക്വൻസി അവിടെ കൂടും. അപ്പൊ അവിടെ ആ ഒരു ട്യൂണിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ടെൻഷൻ കൂട്ടിയപ്പം എന്ത് പറ്റി? ബീറ്റ് ഫ്രീക്വൻസി കുറഞ്ഞു, 5 ഹെർട്സിന് താഴെ പോയി. അത് ടെൻഷൻ, അത് നമ്മൾ ടെൻഷൻ കൂട്ടിയപ്പം എന്ത് പറ്റും? ഫ്രീക്വൻസി കൂടും. ആൻഡ് ഫ്രീക്വൻസി കൂടിയിട്ട് ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ദ ന്യൂ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ 3 ഹെർട്സിലേക്ക് വന്നു. വാട്ട് ഇസ് ദ ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ബി? ദ ഫ്രീക്വൻസി ഓഫ് എ ഈസ് 427 ഹെർട്സ്. അപ്പം ഈ ഫ്രീക്വൻസി ഓഫ് ഞാൻ ന്യൂ എ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ന്യൂ എ ആണ് 427 ഹെർട്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇനിയിപ്പോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഈ ന്യൂ ബി എന്ന് പറയുന്നത്, സപ്പോസ് നമ്മളിപ്പം ന്യൂ ബി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ന്യൂ ബി, അത് കണ്ടുപിടിക്കണം. സപ്പോസ് ഇപ്പൊ ന്യൂ ബി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഓഫ് ബി എന്ന് പറയുന്നത് എയുടെ ഫ്രീക്വൻസിയെക്കാട്ടിയും കൂടുതലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ ബി കൂട്ടിയല്ലോ ഇവിടെ. നമ്മൾ എന്ത് ചെയ്തു? ടെൻഷൻ ഓഫ് സ്ട്രിങ് ബി കൂട്ടി. ബിയുടെ ടെൻഷൻ നമ്മൾ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ബീറ്റ് ഫ്രീക്വൻസി ഇസ് ഫൗണ്ട് ടു ഡിക്രീസ്, അല്ലെ? അങ്ങനെ കണ്ടു. അപ്പം ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ന്യൂ ബി നമ്മൾ കൂട്ടുമ്പോൾ, ഇപ്പം ബി ആണ് വലുതായിരുന്നുവെങ്കിൽ നമ്മൾ ടെൻഷൻ ഓഫ് ബി കൂട്ടുമ്പോൾ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ ന്യൂ ബി കൂടി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ ടെൻഷൻ ആണ് കൂട്ടിയിരിക്കുന്നത്. ടെൻഷൻ കൂട്ടുമ്പോൾ ന്യൂ ബി ആണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് ട്യൂണിങ് പ്രോസസ്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആവരുതുമായിട്ട്. അങ്ങനെ ന്യൂ ബി കൂടിയപ്പോൾ വാട്ട് വി ഹാവ് ഫൗണ്ട് ഇസ് ദാറ്റ് ന്യൂ ബീറ്റ് കുറഞ്ഞു എന്നാണ് കണ്ടത്. അപ്പം ബി എന്ന് പറയുന്ന ഫ്രീക്വൻസി ആയിരുന്നുവെങ്കിൽ കൂടുതൽ, ന്യൂ ബി ആണ് ന്യൂ എക്കാട്ടിയും കൂടുതലായിരുന്നുവെങ്കിൽ ന്യൂ ബി കൂടുമ്പോൾ ഈ എന്താ പറയാ, ബീറ്റ് ഫ്രീക്വൻസി എന്താ പറ്റിയത്? ഇൻക്രീസ് ആയി പോകുമായിരുന്നു. ഇഫ് ന്യൂ ബി ഈസ് ഗ്രേറ്റർ, ന്യൂ ബി മൈനസ് ന്യൂ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആയി പോയേനെ. പക്ഷെ നമ്മൾ കണ്ടത് ന്യൂ ബി മൈനസ് ന്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആയി ആഫ്റ്റർ ട്യൂണിങ്. ഇതാണ് നമ്മൾ കണ്ടത്. അതിന്റെ അർത്ഥം ന്യൂ ബി മൈനസ് ന്യൂ എ അല്ലെങ്കിൽ ന്യൂ എ മൈനസ് അങ്ങനെ പറയണം. ന്യൂ ബി മൈനസ് ന്യൂ എന്നല്ല, അത് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 5 ഹെർട്സ് ആയിരുന്നു. ആഫ്റ്റർ ട്യൂണിങ് ന്യൂ ബീറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 ആയിട്ടാണ് വന്നത്. ഇപ്പം ന്യൂ ബി, അതായത് ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് ബി ആണ് ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് എക്കാട്ടിയും കൂടുതലായിരുന്നുവെങ്കിൽ ഈ ട്യൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് 5ന്റെ മേളിൽ പോയേനെ. അങ്ങനെ അല്ല, തിരിച്ചാ വന്നേ. അതിന്റെ അർത്ഥം നമുക്ക് ഒന്നേ ചിന്തിക്കാനുള്ളൂ, ഈ അസംഷൻ റോങ് ആണ്. ന്യൂ എ ഈസ് ഗ്രേറ്റർ ദാൻ ന്യൂ ബി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ന്യൂ എ മൈനസ് ന്യൂ ബി നമുക്ക് ഇനീഷ്യലി തന്നിട്ടുണ്ടായിരുന്നത് 5 ഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. ന്യൂ എ ഈസ് ഓൾറെഡി ബീങ് ഗിവൺ ആസ് 427. അപ്പം 427 മൈനസ് ന്യൂ ബി ഈസ് ഈക്വൽ ടു 5. ഇതിന്റെ നമുക്ക് ന്യൂ ബിയെ എന്താക്കാം? 422 ഹെർട്സ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ അകത്ത് 2-3 കൺസെപ്റ്റ് ആണിത്. ഹൗ ട്യൂണിങ് നടക്കുന്ന കാര്യം, ഇത് സ്ട്രിങ്ങിന്റെ ടെൻഷൻ കൂടുമ്പോൾ ആ ഫ്രീക്വൻസി, അത് ന്യൂ ബി ഒബ്വിയസ്ലി ഇൻക്രീസ് ചെയ്യും. ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനമായിട്ടും എന്താണ്, നമ്മൾ ആ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല അല്ലെ. എപ്പോഴും ബീറ്റ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അത് പക്ഷെ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഈ പ്രോബ്ലത്തിന് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നു വിചാരിച്ചുകൊണ്ടാണ്. ആ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ പ്രധാനമായിട്ടും സ്ട്രിങ്ങിന്റെ ടെൻഷൻ കൂടുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ദ സ്ട്രിങ് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമ്മൾ കൺസെപ്ച്വലി അതിനെ ഡീൽ ചെയ്യുമായിരുന്നു ചെയ്തത്. ഓക്കെ, ന്യൂ ബീറ്റ് എന്ന് പറയുന്നത് ന്യൂ ബീറ്റ് 5 ഹെർട്സ് ആയിരുന്നു ഒറിജിനലി. ആഫ്റ്റർ ട്യൂണിങ് ന്യൂ ബീറ്റ് കുറഞ്ഞു പോയി. അപ്പം ബട്ട് വി ഓൾറെഡി നോ ന്യൂ ബി എന്ന് പറയുന്നത് ആഫ്റ്റർ ട്യൂണിങ് ന്യൂ ബി എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് അറിയാം. എന്നിട്ടും ഇത് കൂടാതെ കുറഞ്ഞു. ന്യൂ ബീറ്റ് 5നെക്കാട്ടിയും കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ന്യൂ എ ആണ് ന്യൂ ബി യെക്കാട്ടിയും ഗ്രേറ്റർ എന്നുള്ള കൺക്ലൂഷൻ നമ്മൾ എത്തുകയും അതിൽ നിന്ന് നമ്മൾ ഈ പ്രോബ്ലം കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ ജസ്റ്റ് കുറച്ച് കൺസെപ്റ്റ്സും കുറച്ച് കാര്യങ്ങളും കൂടെ വെച്ചിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ അപ്രോച്ച് ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ് ലാസ്റ്റ് സെക്ഷനായ ഡോപ്ലർ എഫക്റ്റ് നോക്കാം. സോ താങ്ക് യു.